ധാരാളം സ്റ്റേ ബസ്സുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റേ ബസ്സുകൾ കോവിഡിന്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം. കാരണം എന്താ പറയുക, സ്റ്റേ ബസ് കോവിഡിന്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ സ്റ്റേ ബസ് അത്യാവശ്യമായി വരുന്നു. രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുണ്ട്, അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോടും റെസിഡൻസ് അസോസിയേഷൻകാരോടാണ്, നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ള ഒരു നല്ല മുറിയും കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയവും ഉണ്ടാക്കി തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ. കാരണം നമ്മൾ പഴയ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ അതൊന്നും പറയാനില്ല. കാലം മാറി, ചെറുപ്പക്കാരാണ്, മിടുക്കരാണ്, നല്ല കാലം മാറിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം, ഫാനുള്ള നല്ലൊരു മുറി അറേഞ്ച് ചെയ്തിരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ് ഉണ്ടാവുള്ളൂ. അതിന്റെ ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനോ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി, ആള് നിറഞ്ഞു വരുന്ന വണ്ടി, രാവിലെ ഏർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല രാവിലെ എല്ലാവരെയും ഇട്ടിട്ട് കാലിയാക്കി തിരിച്ചു വരിക, തിരിച്ചു വീണ്ടും രാവിലെ കാലിയായിട്ട് അങ്ങോട്ട് വന്ന് ആളെയും കയറ്റി ഇങ്ങോട്ട് വരിക, അതില്ല. സ്റ്റേ ബസ് തരാം, പക്ഷേ നല്ല സൗകര്യങ്ങൾ കിടക്കാൻ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പ്രത്യേകം കട്ടിലുകൾ, മെത്ത, ഫാനുള്ള മുറി, നല്ല മനോഹരമായ വൃത്തിയുള്ള ടോയ്ലറ്റ്, ഇത്രയും സൗകര്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ സൗജന്യമായി നൽകിയാൽ മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ ഉണ്ടാവൂ. അല്ലാത്ത പക്ഷം അത്തരം സ്റ്റേ ബസ്സുകൾ കട്ടി.